ഹായ് ഓൾ, വെൽക്കം ടു വൺസ് കോച്ചിങ്. ഇപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. S5 KTU ഡിസംബർ 2022 നടന്ന S5 KTUവിൻ്റെ കൺട്രോൾ സിസ്റ്റം ക്വസ്റ്റ്യൻ പേപ്പർ ECT 307 എന്ന കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 2 മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആക്കി. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആ പർട്ടിക്കുലർ എക്സാം. ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് ലീനിയർ കൺട്രോൾ സിസ്റ്റംസ്, ബിബോസ് സ്റ്റെബിലിറ്റി, അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ RH ക്രൈറ്റീരിയനൊക്കെ ഈ ഒരു സെഷനിലാണ് വരുന്നത്. കൺട്രോളേഴ്സ്, PID കൺട്രോളേഴ്സ് ഒക്കെ എന്താണ് എന്നുള്ളതും ഇവിടെ വരുന്നുണ്ട്. ദെൻ റൂട്ട് ലോക്കസ് ടെക്നിക്, എങ്ങനെയാണ് റൂട്ട് ലോക്കസ് വരയ്ക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. എക്സ്പ്ലെയിൻ അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി ആൻഡ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കൺട്രോൾ സിസ്റ്റം. Then compare PD, PI and PID controllers. Okay, ഈ 3 മാർക്സ് ക്വസ്റ്റ്യൻസിന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ എഴുതാൻ പാകത്തിന് കണ്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്ക് 3 മാർക്സിന് വേണ്ടിയിട്ട് ആണിത് എഴുതേണ്ടത്. അപ്പോൾ പോയിന്റ്സ് മാത്രം എഴുതി ചുരുക്കി വേണം ആൻസർ കൊടുക്കാൻ. അപ്പോൾ 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. എക്സ്പ്ലെയിൻ അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി, റിലേറ്റീവ് സ്റ്റെബിലിറ്റി. നമ്മൾ സ്റ്റെബിലിറ്റി പഠിക്കുമ്പോൾ സിസ്റ്റം ബേസ്ഡ് ആയിട്ട് സ്റ്റെബിലിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അബ്സല്യൂട്ട് സ്റ്റേബിൾ സിസ്റ്റം, കണ്ടീഷണലി സ്റ്റേബിൾ സിസ്റ്റം, മാർജിനലി അല്ലെങ്കിൽ ക്രിട്ടിക്കലി സ്റ്റേബിൾ സിസ്റ്റം എന്നാണ്. ഇത് ഈ അബ്സല്യൂട്ട് സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അബ്സല്യൂട്ട് സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് വാല്യൂസ് എടുക്കുകയാണെങ്കിൽ അത്രയും റേഞ്ച് ഓഫ് വാല്യൂസിന് അതെന്താണെങ്കിലും സ്റ്റേബിൾ ആണ്. അല്ലെങ്കിൽ ഫോർ ഓൾ വാല്യൂസ് ഇൻ ദാറ്റ് റേഞ്ച് സിസ്റ്റം ഈസ് സ്റ്റേബിൾ, അല്ലെങ്കിൽ എല്ലാ വാല്യൂസിനും സിസ്റ്റം സ്റ്റേബിൾ ആണ് എന്നുള്ളൊരു ഐഡിയ ആണ് അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കണ്ടീഷണലി സ്റ്റേബിൾ ആണെങ്കിലോ, കണ്ടീഷണലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ചില പർട്ടിക്കുലർ ക്രൈറ്റീരിയകൾ വരുമ്പോൾ മാത്രമേ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ അല്ല. ഇനി മാർജിനലി സ്റ്റേബിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ചില പർട്ടിക്കുലർ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാർജിനലി അല്ലെങ്കിൽ ക്രിട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺസ്റ്റേബിളും സ്റ്റേബിളിനും ഇടയ്ക്ക് വരുന്ന ആ ഒരു ബോർഡർ ലൈൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്ലെയിനിൽ പറയുകയാണെങ്കിൽ ആ J-omega ആക്സിസിൽ പോൾസ് വന്നു കഴിഞ്ഞാലുള്ള കണ്ടീഷനാണ് ക്രിട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഈ 2 ടേംസിനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതി. അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ സിസ്റ്റം, റിലേറ്റീവ് സ്റ്റേബിൾ സിസ്റ്റം, ഇത് രണ്ടും അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ സിസ്റ്റം, സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഫോർ ഓൾ the range of system component values is known as absolutely stable. It refers to stability with respect to variation in system parameters. Okay, can be determined from the location of roots in characteristic equation from S-plane. S-planeലെ റൂട്ട്സിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നോർമലി നമ്മൾ അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴാണ്? എല്ലാ റൂട്ട്സും അല്ലെങ്കിൽ അതിൻ്റെ പോൾസ് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് S-plane ആണ് എങ്കിൽ സിസ്റ്റം കംപ്ലീറ്റ്ലി സ്റ്റേബിൾ അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ ആണ് എന്ന് പറയാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, പോൾസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ RH ക്രൈറ്റീരിയനും റൂട്ട് ലോക്കസ് ടെക്നിക്കും ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ എല്ലാ പോൾസും എവിടെയായിരിക്കും? S-planeൻ്റെ LHSലായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ഈ അബ്സല്യൂട്ട്ലി സ്റ്റേബിൾ സിസ്റ്റത്തിന് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് അതിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഇനി റിലേറ്റീവ് സ്റ്റെബിലിറ്റി വരുമ്പോൾ അവിടെ നമ്മളൊരു കമ്പാരിസൺ വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി പറയുക. ഓക്കെ, ദെൻ കണ്ടീഷണലി സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ്സ് ബൗണ്ടഡ് ഔട്ട്പുട്ട് ഫോർ ഓൺലി സ്പെസിഫിക് കണ്ടീഷൻസ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ പാരാമീറ്റേഴ്സ് ഓഫ് സിസ്റ്റം. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അത് എഴുതണ്ട, അതെല്ലാം അറിഞ്ഞിരിക്കുക. മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് if the system is stable by producing some oscillations, that is known as marginally stable system. J-omega ആക്സിസിൽ പോൾസ് വരുമ്പോഴാണ് ഈ പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളോട് എക്സാമിന് എഴുതേണ്ടത് റിലേറ്റീവ് സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ്. റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. അത് പറയുന്ന എങ്ങനെയാണ്? ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി ആണ്, എത്രത്തോളം സ്റ്റേബിൾ ആണ് സിസ്റ്റം എന്ന് പറയുന്നതാണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മാക്സിമം, ഓവർഷൂട്ട്, ഡാമിംഗ് റേഷ്യോ, ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ തുടങ്ങിയ ടേംസ് എല്ലാം പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗെയിൻ മാർജിൻ, ഡാമിംഗ് റേഷ്യോ, ഇപ്പോൾ ഡാമിംഗ് റേഷ്യോ ഇത്രയാണെങ്കിൽ ഇത്രയും സ്റ്റേബിളാണ്, ഇതിൽ കുറവാണെങ്കിൽ ഇത്രയും സ്റ്റെബിലിറ്റി ഉള്ളൂ, അങ്ങനെ ഒരു കമ്പാരിസൺ ആയിട്ട് പറയുന്ന സ്റ്റെബിലിറ്റിയാണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി.
അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് സിസ്റ്റം സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ സ്റ്റേബിൾ അല്ല എന്ന രീതിയിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ. ഈ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റിക്ക് ജസ്റ്റ് അതായത് റിലേറ്റീവ് സ്റ്റെബിലിറ്റിയുടെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പറയുന്ന ഒരു കേസാണ്. ഇതുപോലെ ഒരു ഷേപ്പായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ ഒരു ബോൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ബോൾ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. പിന്നെ ചെറിയൊരു ഓസിലേഷൻസ് അല്ലെങ്കിൽ ടിൽറ്റിങ് കൊടുത്താലും ഈ ബോൾ എന്നാലും ഇതിന് പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗറിലേക്ക് നോക്കി, ഇതിൻ്റെ ഈ ആർച്ച് ഒന്നും കൂടി ഒന്ന് നാരോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ, ഈ സിസ്റ്റം കുറച്ചുകൂടി സ്റ്റേബിളാണ്. കാരണം ഇവിടെ ഉണ്ടാവുന്ന അത്രയും ഓസിലേഷൻസ് ഇവിടെ ഉണ്ടാവില്ല. ഇത് ഓസിലേഷൻസ് കുറഞ്ഞു. അപ്പോൾ ഇത് ഇച്ചിരി സ്റ്റേബിൾ ആണെന്ന് പറയാം. ഈ ഒരു സിസ്റ്റം ആണെങ്കിലോ ഇതും സ്റ്റേബിൾ ആണ്, പക്ഷേ കമ്പയർഡ് ടു അതർ ടു സിസ്റ്റം ദിസ് സിസ്റ്റം ഈസ് മോർ സ്റ്റേബിൾ. ഇവിടെ ഓസിലേഷൻസേ ഉണ്ടാകുന്നില്ല. ഇതാണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ PD, PI ആൻഡ് PID കൺട്രോളേഴ്സ്. ഇത് കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൺട്രോളേഴ്സ് മെയിനായിട്ട് നമുക്ക് ബേസിക് കൺട്രോളേഴ്സ് പ്രൊപ്പോർഷണൽ കൺട്രോളർ, ഇൻ്റഗ്രൽ കൺട്രോളർ ആൻഡ് ഡെറിവേറ്റീവ് കൺട്രോളർ. ദെൻ ഇതിൻ്റെ കോമ്പിനേഷൻസ്, അതായത് PI, PD, PID, ഇത്രയും ആണ് നമുക്ക് കോമ്പിനേഷൻസ് വരുന്നത്. അപ്പോൾ ഓരോന്നും എന്താണ് എന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3നും ഒരു 2 പോയിന്റ് വെച്ച് എഴുതി കഴിഞ്ഞാൽ ദാറ്റ്സ് എനഫ്. ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ കൺട്രോളിങ് ആക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു എറർ ഓഫ് സിഗ്നൽ, പ്രൊപ്പോർഷണൽ ടു എറർ സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കൺട്രോളിങ് ആക്ഷൻ. അതായത് KP എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എറർ സിഗ്നൽ. ദെൻ ഡെറിവേറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് എറർ സിഗ്നൽ. ആ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് കൺട്രോളിങ് ആക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് എറർ സിഗ്നൽ. ദെൻ ഇൻ്റഗ്രൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് ആക്ഷൻ പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് എറർ സിഗ്നൽ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഇക്വേഷൻസും കൂടി എഴുതി കഴിഞ്ഞാൽ ഈ 3 മാർക്ക് ക്വസ്റ്റിന് അത് മതി. ഓക്കെ, ഇപ്പോൾ പ്രൊപ്പോർഷണൽ കൺട്രോളിൻ്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ എന്ത് വരും, പ്രൊപ്പോർഷണൽ ടു എറർ എന്ന് പറഞ്ഞു, അതിന് വരുന്ന കോൺസ്റ്റൻ്റ് ആണ് KP. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസിക്കൽ ടു KP എന്നുള്ള രീതിയിൽ ആ കൺട്രോളറിന് വരും. എൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഈ രീതിയിൽ വരയ്ക്കാം. ഇതൊന്നും 3 മാർക്കിന് വരച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിലായിരിക്കും എറർ സിഗ്നൽ ഒരു കൺട്രോളർ, ആ കൺട്രോളറിൽ KP എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്, അത് പ്രൊപ്പോർഷണൽ കൺട്രോളറാണ്. അതുപയോഗിച്ചിട്ട് G കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡെറിവേറ്റീവ് കൺട്രോളർ ആണെങ്കിൽ എന്തെന്ന് വരും, പ്രൊപ്പോർഷണൽ ടു ഡെറിവേറ്റീവ് ഓഫ് എറർ സിഗ്നൽ ആണ്. ആ കോൺസ്റ്റൻ്റ് ആണ് ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുമ്പോൾ എന്തെന്ന് വരും, ഇവിടെ ഡെറിവേറ്റീവ് ടേം ഉള്ളതുകൊണ്ട് S×KD എന്ന് വരും. ഓക്കെ, ഇതുപോലെ ഇൻ്റഗ്രൽ കൺട്രോളർ ആണെങ്കിൽ ഈ ഓരോ കൺട്രോളറിൻ്റെ യൂസ് എന്താണ് എന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിക്കുക. പ്രൊപ്പോർഷണൽ കൺട്രോളർ ഈസ് യൂസ് ടു ചേഞ്ച് ദ ട്രാൻഷ്യൻ റെസ്പോൺസ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ്. അല്ലെങ്കിൽ നമുക്കറിയാം സ്റ്റഡി സ്റ്റേറ്റ് എറർ കുറയ്ക്കാനായിട്ട്, ഗെയിൻ കൂട്ടാനായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊപ്പോർഷണൽ കൺട്രോളർ യൂസ് ചെയ്യാം. ഈ ഡെറിവേറ്റീവ് കൺട്രോളർ ആണെങ്കിലോ യൂസ് ടു മേക്ക് ദ അൺസ്റ്റേബിൾ കൺട്രോൾ സിസ്റ്റം ഇൻ ടു എ സ്റ്റേബിൾ വൺ. അതായത് റേറ്റ് ഓഫ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാണ് ഡെറിവേറ്റീവ് കൺട്രോൾ ചെയ്യുക. അതായത് ഫാസ്റ്ററായിട്ട് ഇതിലേക്ക് എത്തിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇൻ്റഗ്രൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എറർ സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആണ് കൺട്രോളിങ് ആക്ഷൻ. അന്നേരം വരുന്ന കോൺസ്റ്റൻ്റ് ആണ് KI എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ ആയതുകൊണ്ട് അതിൻ്റെ ലാപ്ലേസ് എടുക്കുമ്പോൾ 1/s എന്ന് പറഞ്ഞൊരു ടേം വരും. ഇൻ്റഗ്രൽ കൺട്രോളാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പ്രൊപ്പോർഷണൽ കൺട്രോൾ ഗെയിൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കോമ്പിനേഷൻസ് വരും, PD കൺട്രോളർ, PI കൺട്രോളർ ആൻഡ് PID കൺട്രോളർ. എന്നുവെച്ചാൽ ഈ പറയുന്ന കോൺസ്റ്റൻസ് ഇപ്പോൾ PD കൺട്രോളർ ആയി PD DD കൺട്രോളിങ് ആക്ഷൻ്റെ സമ്മായിരിക്കും അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരിക. ഇതുപോലെ ബ്ലോക്ക് ഡയഗ്രാം കൊടുക്കാം. ഞാൻ PI കൺട്രോളർ ആകുമ്പോൾ PDയും IDയും കൺട്രോളിങ് ആക്ഷൻ്റെ സം വരും. ഇതുപോലെ കൊടുക്കാം. ഇനി 3ഉം കൂടി ഉള്ളത് PID കൺട്രോളർ വരുമ്പോൾ 3ൻ്റെയും സമ്മായിട്ട് എഴുതാം അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പാർട്ട് B ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.